ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വപ്നക്കൂട് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എറണാകുളത്തോട്ട് പോവുകയാണ്. അതിനായിട്ട് ഞങ്ങളിന്ന് ബുക്ക് ചെയ്തേക്കുന്നത് വന്ദേ ഭാരതിലാണ്. അപ്പോൾ വന്ദേ ഭാരത് വരുന്നത് നോക്കി ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഞാനും എൻ്റെ അച്ചാച്ചനും എസ്തറുമാണ് ഇന്ന് പോകുന്നത്. ഞങ്ങളെ കൊണ്ടാക്കാൻ പപ്പ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പപ്പയാണ്. ഞങ്ങൾ വന്ദേ ഭാരതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എസ്തറിൻ്റെ ചെറിയ പിണക്കങ്ങളും കളികളുമായിട്ടൊക്കെ ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. വന്ദേ ഭാരത് വരുന്നുണ്ട്. ഞങ്ങളിനി ട്രെയിനിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങൾക്കുള്ള സീറ്റിൽ ഞങ്ങളിരുന്നു. ഇപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യാണ്. എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഹൈജീനും നല്ല ലൈറ്റിങ്ങും നല്ല രസമാണ് മൊത്തത്തിൽ കാണാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ചായ കുടിക്കാനായിട്ടുള്ള മസാല ചായയുടെ പൗഡറും ബിസ്ക്കറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. എസ്തർ ഇങ്ങനെ കുക്കീസ് തിന്നണമെന്നും പറഞ്ഞ് ഇങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചൂടുവെള്ളം കൊണ്ടുവന്നു. ഞാനത് വെച്ച് ചായ ഉണ്ടാക്കി. നോർമൽ പാൽ ചായ പോലെയല്ല, കുറച്ച് മസാലയുടെ രുചിയൊക്കെയുള്ള ഒരു ടീ ആണ്. യാത്രയിലൊക്കെ നമുക്ക് സുഖമുള്ളൊരു ടീ ആണത്. എസ്തർ ഇങ്ങനെ കുക്കീസൊക്കെ ആസ്വദിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. കാരണം ഞങ്ങളിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കുഞ്ഞും ഇരിക്കുന്നത്. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പവും വെജിറ്റബിൾ കറിയും കേസരിയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. നോർമലി ട്രെയിനിൽ കിട്ടുന്ന കണക്കത്തെ ഫുഡല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് റെസ്റ്റോറൻറ്റൊക്കെ നമ്മൾ കഴിക്കുന്ന കണക്കത്തെ തന്നെ ഫുഡായിരുന്നു. നല്ലതായിരുന്നു. അത് കഴിഞ്ഞൊരു ചോക്കോ പൈ കിട്ടി, അതും ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞപ്പം എസ്തറിൻ്റെ പപ്പയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ പലയിടത്തും പോയി ഇരിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ തുടങ്ങി. ഞാൻ എണ്ണിച്ചു കുറച്ച് നേരം അവരുടെ നോർമലി നമ്മൾ ട്രെയിനിൽ പോകുന്ന പോലെയുള്ള യാത്രയേ അല്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്നൊരു ഫീലിംഗാണ്. ഈ ട്രെയിനിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള ഷേക്കിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് ഇരുന്നും നടന്നുമൊക്കെ പോകുന്നത് നല്ല സുഖമൊക്കെയാണ്. ഒരു കുഴപ്പമില്ല. അതിനിടയ്ക്ക് എസ്തറിന് ഇതിനകത്തൂടെ ഇങ്ങനെ നടന്നു അങ്ങ് പോയിട്ട് തിരിച്ച് വരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ചച്ചൻ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു. കുറച്ച് നോട്ടിയായിട്ട് നിൽക്കുമായിരുന്നു എസ്തർ. എന്നാലും ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവൾ നിന്നിരുന്നത്. സാധാരണ ചൂടൊക്കെ ഉള്ളപ്പം എസ്തർ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് നല്ലപോലെ തന്നെ എസ്തർ ഇരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയൊരു ജേണിയാണ് വന്ദേ ഭാരതിലെ ജേണി. ഇത് ഞങ്ങൾ എറണാകുളം എത്തി. ഇപ്പം ഞങ്ങളവിടെ അടുത്ത് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.